നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ ആണ്. ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ. We have already discussed the expectation of a univariate random variable as expectation of x equal to, if it is continuous, it can be written as x into f of x into dx. And also we have studied expectation of a function of random variable can be written as integral g of x into f of x into dx over the range x. ഓൾറെഡി നമ്മൾ യൂണിവേരിയറ്റിന്റെ കേസിൽ ഇത് രണ്ടും പഠിച്ചതാണ്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ബൈവേരിയറ്റിന്റെ കേസിലാണ്. ബൈവേരിയറ്റിന്റെ കേസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ. This can be written as, if it is discrete, we have to put double summation 1 over x other over y g of x y f of x y. If it is continuous, this can be written as integral over x integral over y g of എന്തിൻ്റെ ആണോ എക്സ്പെക്റ്റേഷൻ കാണേണ്ടത് ആ ഫംഗ്ഷൻ ഇവിടെ എഴുതുക, g of x y into f of x y dx dy if it is continuous. ഓക്കെ, യൂണിവേരിയറ്റിന്റെ സെയിം സിറ്റുവേഷൻ തന്നെ ബൈവേരിയറ്റ് ആവുമ്പോൾ സിംഗിൾ ഇൻറ്റഗ്രലിന് പകരം ഡബിൾ ഇൻറ്റഗ്രൽ, സിംഗിൾ സമ്മേഷന് പകരം ഡബിൾ സമ്മേഷൻ, പിന്നെ സെയിം പ്രൊസീജിയർ ആണ്. യൂണിവേരിയറ്റിന് എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ബൈവേരിയറ്റിനും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അഡീഷൻ തിയറം. അഡീഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഡിസ്ക്രീറ്റിനും ഉണ്ട് അഡീഷൻ തിയറം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും ഉണ്ട് അഡീഷൻ തിയറം. ഇതിൽ നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, expectation of x finite quantity, that is it exists, expectation of y യും exist ചെയ്യുന്നു finite quantity, then expectation of x plus y can be written as expectation of x plus expectation of y. This is the addition theorem on expectation for two random variables. ഇതെങ്ങനെ കാണിക്കും, എങ്ങനെ പ്രൂവ് ചെയ്യുന്നു നോക്കാം. പ്രൂഫ്: expectation of x plus y equal to, how it can be written? If it is discrete, this can be written as double summation, ഒന്ന് x നും ഒന്ന് y ക്കും. എന്തിന്റെ എക്സ്പെക്റ്റേഷൻ ആണ് കാണേണ്ടത്? x plus y യുടെ. That is, here we can write x plus y into f of x y. രണ്ട് സമ്മേഷൻ ആണ്, അതായത് ദിസ് എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പോൾ രണ്ട് ടേം ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ടേം ഡബിൾ സമ്മേഷൻ 1 over x അനദർ over y എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. രണ്ടാമത്തെ ടേം ഡബിൾ സമ്മേഷൻ 1 over x അനദർ over y y ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ഫസ്റ്റ് ദിസ് സമ്മേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ y ആണ്. അപ്പോൾ എക്സിനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം, അതായത് സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഇത് സമ്മേഷൻ ഓവർ വൈ ആണ്. നമുക്ക് ഈ രണ്ട് സമ്മേഷനും ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ ആദ്യത്തെ സമ്മേഷൻ ഓവർ വൈയും രണ്ടാമത്തെ സമ്മേഷൻ ഓവർ എക്സും ഇടാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ വരും, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ. ഇതിന് പ്രശ്നമില്ലല്ലോ, സമ്മേഷൻ രണ്ടും ഇന്റർചേഞ്ച് ചെയ്താലും അവിടെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ മാർജിനൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സമ്മേഷൻ ഓവർ വൈ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് വൈ, ജോയിൻ പി ഡി എഫിന്റെ സമ്മേഷൻ കാണുകയാണ്. സമ്മേഷൻ ഓവർ വൈ ചെയ്താൽ എന്താ കിട്ടുക? മാർജിനലാണ്. എന്തിന്റെ മാർജിനലാണ് കിട്ടാൻ പോണത്? എക്സിന്റെ മാർജിനലാണ് ഇതിന്ന് കിട്ടാൻ പോണത്. സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് വൺ ഓഫ് എക്സ് ആണ്, നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. പ്ലസ് സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു ഇതോ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ടു ഓഫ് വൈ ആണ്. ഇത് നോക്കൂ, എക്സ് ഇൻറ്റു അതിൻ്റെ പി ഡി എഫ്, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു അതിൻ്റെ പി ഡി എഫ് ചെയ്ത് എന്ത് കിട്ടും? ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ അല്ലേ?
നമ്മൾ ഓൾറെഡി പഠിച്ച എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ ആണ്. പ്ലസ് expectation of y. Hence the proof. Okay. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസിനും പ്രൂവ് ചെയ്യാം. ഇത് കണ്ടിന്യൂസിനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. We have to prove expectation of x plus y equal to expectation of x into expectation of x plus expectation of y for continuous random variable. Expectation of x plus y equal to continuous ആണെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രൽ 1 over x another over y എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് വൈയുടെ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 1 over x another over y. ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് വീണ്ടും ഡബിൾ സമ്മേഷൻ y ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ. ഇനി ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോൾ അതിനെ ഫുൾ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റേഞ്ച് അല്ലെങ്കിൽ എക്സ് തന്നെ കൊടുക്കണമെങ്കിൽ എക്സ് തന്നെ കൊടുക്കാം. ഓക്കെ. എക്സ് ദിസ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതായത് ദിസ് ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് കോൺസ്റ്റന്റ് ആവുമ്പോൾ എക്സിനെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. സോ ഇന്റഗ്രൽ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. ഓൾറെഡി ഒരു ഡി എക്സ് ഉണ്ട്, അതിനെ നമുക്ക് ഇടാം. പ്ലസ് രണ്ടാമത്തെ ടേം നമ്മൾ ചെയ്യുമ്പോൾ ഈ നേരത്തെ സമ്മേഷനും ഒരു ഇന്റർചേഞ്ച് ചെയ്ത പോലെ തന്നെ ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. അപ്പോൾ ഈ വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഇൻസൈഡ് ഇന്റഗ്രലിന് പുറത്ത് ഈ വൈനെ നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നുള്ളത് ഒരു ടേം, ബാക്കി ഒരു ഡി വൈ ഉണ്ട്, അതിനെ എഴുതി. ഇനി ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു ഇത് മാർജിനിലല്ലേ? ഇന്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നത് എന്തിന്റെ മാർജിനിലാ? എക്സിന്റെ മാർജിനിലാണ്. എഫ് വൺ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ വൈ വൈ ഇൻറ്റു ഇതെന്തിന്റെ മാർജിനിലാ? എഫ് ടു ഓഫ് വൈ, വൈയുടെ മാർജിനിലാണ് ഇതിൽ നിന്ന് കിട്ടാൻ പോണത്, ഡി വൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു അതിന്റെ പി ഡി എഫ്, എക്സിന്റെ കംപ്ലീറ്റ് റേഞ്ചിന് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് വൈ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഓക്കെ. ഇതേപോലെയാണ് കണ്ടിന്യൂസിന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, നമ്മൾ ഓൾറെഡി രണ്ട് റാൻഡം വേരിയബിളിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ പ്രൂവ് ചെയ്തു അല്ലേ? ഇനി n റാൻഡം വേരിയബിൾസ് വന്ന ഇത് എങ്ങനെ എഴുതും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര എക്സ് എൻ. ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എൻ. ഇതിനെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ ഈ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എല്ലാത്തിനെയും കൂടി നമുക്ക് സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ എന്ന് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തിന്റെ സമ്മാണ് ഇവിടെ എഴുതിയേക്കുന്നത്? ഓരോ എക്സ്പെക്ടേഷൻ ഓഫ് ഐയുടെ എക്സ് ഐയുടെ സമ്മാണ് എഴുതിയേക്കുന്നത്. ഐക്ക് പകരം 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതിന് പകരമല്ലേ ഇത്? അപ്പോൾ ഈ റിസൾട്ടിനെ, അഡീഷൻ തിയറത്തിനെ നമുക്ക് n റാൻഡം വേരിയബിൾസിന് വേണ്ടിയും ജനറലൈസ് ചെയ്യാം. ദിസ് ഈസ് ദ അഡീഷൻ തിയറം ഫോർ എക്സ്പെക്ടേഷൻ ഫോർ n റാൻഡം വേരിയബിൾസ്. മറ്റേത് അഡീഷൻ തിയറം ഫോർ, ദിസ് ഈസ് അഡീഷൻ തിയറം ഫോർ ഓൺ എക്സ്പെക്ടേഷൻ ഫോർ 2 റാൻഡം വേരിയബിൾ. Okay, addition theorem is over. The next one is the multiplication theorem. Multiplication theorem. Multiplication theorem പറയുന്നത് x and y are two independent random variables.
Main condition is independent random variable. Then expectation of xy equal to expectation of x into expectation of y. This is the multiplication theorem for two random variable, two independent random variable. If x and y are two independent random variable, then expectation of xy can be written as expectation of x into expectation of y. We can prove this. Proof. Expectation of xy. First we have to prove this for discrete random variable and then it for continuous random variable. Expectation of xy equal to എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ രണ്ട് സമ്മേഷൻ വേണം, ഒന്ന് എക്സും ഒന്ന് വൈയും. എന്തിന്റെ എക്സ്പെക്ടേഷൻ ആണ് കാണേണ്ടത്? എക്സ് വൈയുടെ എക്സ്പെക്ടേഷൻ. സോ എക്സ് വൈ ഇൻറ്റു അതിന്റെ പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ. ജോയിന്റ് അല്ലേ, രണ്ടും ഇല്ലേ? എഫ് ഓഫ് എക്സ് വൈ. ഇനി we have already learned if x and y are independent random variable, then f of xy can be written as f1 of x into f2 of y. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? എക്സും വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ജോയിൻ പി ഡി എഫിനെ മാർജിനൽ പി ഡി എഫിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതും? സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു f1 of x into f2 of y which is equal to ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എക്സിന്റെ ടേമിനെയൊക്കെ നമുക്ക് പുറത്തെടുക്കാം. എക്സ് വരും, ഇവിടെ ഒരു എഫ് വൺ ഓഫ് എക്സും വരും. അത് രണ്ടും പുറത്തെടുത്തു. ബാക്കി സമ്മേഷൻ വൈയുടെ ഉള്ളിൽ ബാക്കി ഇവിടുത്തെ വൈ ഉണ്ട്, ഇവിടെ ഒരു എഫ് ടു ഓഫ് വൈ ഉണ്ട്. വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ. ഇതെന്തിന്റെ ഡെഫിനിഷനാ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ അല്ലേ? സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ്. ഇതോ expectation of y. So for a discrete random variable, for two independent discrete random variable, expectation of xy can be written as expectation of x into expectation of y. Okay. Next, it can be proven for continuous random variable. Okay. Expectation of xy, if it is continuous, we can put double integral 1 over x, another over y, xy into f of xy dx dy. Okay. Similarly, if x and y are independent, f of xy can be written as f1 of x into f2 of y. That is f1 of x into f2 of y dx dy. ഇനി ഇത് ഇൻസൈഡ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ എക്സിന്റെ ടേമുകളൊക്കെ കോൺസ്റ്റന്റ് ആണ്. നമുക്കത് ഔട്ട് സൈഡിൽ എടുക്കാം. സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്, ഇത് ആദ്യത്തെ ഇന്റഗ്രൽ. രണ്ടാമത്തെ ഇന്റഗ്രൽ സമ്മേഷൻ ഓവർ വൈ, വൈ വരും, എഫ് ടു ഓഫ് വൈ ഇൻറ്റു ഡി വൈ, രണ്ടാമത്തെ ഇന്റഗ്രൽ. ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ അല്ലേ? സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. സോ ദിസ് ക്യാൻ ബി proved for two independent continuous random variable. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈയെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇത് ടു റാൻഡം വേരിയബിൾ ആണ് അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതിയത്. ഇനി ഇതുപോലെ എൻ റാൻഡം വേരിയബിൾസ് നോക്കാം. എൻ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ, ഇതെങ്ങനെ എഴുതും? എക്സ്പെക്ടേഷൻ ഓഫ് x1, expectation of x2, etc. expectation of xn. ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ആണ് അല്ലേ? x1 മുതൽ xn വരെയുള്ള റാൻഡം വേരിയബിൾസിനെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ്, ഇതാണ് പ്രോഡക്റ്റിന്റെ നൊട്ടേഷൻ. I from 1 to n x i എന്ന് എഴുതാലോ. x1 ഇൻറ്റു x2 ഇൻറ്റു xn വരെയുള്ള ടേംസ് ഇതിനകത്ത് വരും. നെക്സ്റ്റ്, ഇതെന്തിന്റെ പ്രോഡക്റ്റാ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സൈസിന്റെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പ്രോഡക്റ്റ് I from 1 to n expectation of xi. So this can be generalized for n independent random variables. Next theorem, x and y are two independent random variable. Then m x plus y t can be written as mxt into myt. We have already learned about the moment generating function.
ഫോർ യൂണിവേരിയറ്റ് കേസ് എം എക്സ് ടി എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചത്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്നാണ് പഠിച്ചത്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ്. ഇ റൈസ് ടു ടി എക്സ് എന്നുള്ള റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസും പഠിച്ചിരുന്നു. ആ പ്രോപ്പർട്ടീസിൽ പറയുന്നത് എക്സ് പ്ലസ് വൈ എന്നുള്ള റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് കാണണമെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വൽ എം ജി എഫിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. പ്രൊവൈഡഡ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ രണ്ട് റാൻഡം വേരിയബിൾസിന്റെ സം ആയിട്ടുള്ള റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇൻഡിപെൻഡന്റ് എം ജി എഫുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇൻഡിവിജ്വൽ എം ജി എഫുകൾ ഉണ്ടാവുമല്ലോ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എം ജി എഫ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ സമ്മിന്റെ എം ജി എഫ് കിട്ടും എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. പ്രൂഫ് എം എക്സ് പ്ലസ് വൈ അറ്റ് ടി. എം എക്സ് ടി എന്ന് പറയുന്ന ഇതാണ് ഡെഫിനിഷൻ. ഇതില് എക്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ആണ്. സോ ഇ റൈസ് ടു ടി എക്സ് പ്ലസ് വൈ. This can be written as expectation of e raised to tx plus ty. That is equal to expectation of e raised to tx into e raised to ty. If x and y are independent ആണെങ്കിൽ അതിനെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചു. ഇഫ് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി വൈ. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിനിഷനാ? എം എക്സ് ടിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഇതോ എം വൈ ടിയുടെ ഡെഫിനിഷൻ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്, എം എക്സ് പ്ലസ് വൈ ടി എന്ന് പറയുന്നത് എം എക്സ് ടി ഇൻറ്റു എം വൈ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന ഇതിന്റെ എൻ റാൻഡം വേരിയബിൾസ് വന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത്. എൻ റാൻഡം വേരിയബിൾസ് വന്നാൽ, അതായത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്നത് n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മറ്റേത് വന്നത് എക്സ് പ്ലസ് വൈ എന്നാണ്. എക്സ് പ്ലസ് വൈക്ക് പകരം നമുക്ക് എന്തെഴുതാം ഇവിടെ? സമ്മേഷൻ എക്സ് ഐ ഫ്രം 1 to n റാൻഡം വേരിയബിൾസ്. ടി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഐ ഫ്രം 1 to n എം എക്സ് ഐ ടി എന്ന് കാണിക്കണം. അതായത് n റാൻഡം വേരിയബിൾസിന്റെ സം. നേരത്തെ കേസിൽ രണ്ട് റാൻഡം വേരിയബിൾസിന്റെ സം ആയിരുന്നു. അതായത് ഇവിടെ വന്നിരുന്നത് എക്സ് പ്ലസ് വൈ മാത്രമായിരുന്നു. ഇവിടെ എക്സ് പ്ലസ് വൈ മാത്രമല്ല, എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ വരെയുള്ള ടേംസ് ഈ സമ്മേഷനിൽ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ 2 റാൻഡം വേരിയബിൾ ആയിരുന്നപ്പോൾ എം എക്സ് ടി ഇൻറ്റു എം വൈ ടി എന്നാണ് കിട്ടിയത്. പ്രോഡക്റ്റ് ഓഫ് 2. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 അല്ല, എം എക്സ് വൺ ടി ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എം എക്സ് ടു ടി, എം എക്സ് ത്രീ ടി, അതുപോലെ എൻ റാൻഡം വേരിയബിൾസിന്റെ എം ജി എഫിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ സിമിലർ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എം സമ്മേഷൻ എക്സ് ഐ ഫ്രം 1 to n ടി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എം എക്സ് ടി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ് കേട്ടോ. ഇതേപോലെ ആയിരിക്കും. ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ഫ്രം 1 to n. This can also be written as എക്സ്. ഈ ടിയെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമല്ലോ, കോൺസ്റ്റന്റ് അല്ലേ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇ റൈസ് ടു സമ്മേഷൻ ഐ ഫ്രം 1 to n ടി എക്സ് ഐ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് വൺ പ്ലസ് ടി എക്സ് ടു പ്ലസ് ടി എക്സ് എൻ, സോറി ടി എക്സ് ത്രീ പ്ലസ് എക്സെട്ര ടി എക്സ് എൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് വൺ ഇൻറ്റു ഇ റൈസ് ടു ടി എക്സ് ടു ഇൻറ്റു ഇ റൈസ് ടു ടി എക്സ് എൻ എന്ന് എഴുതാം. ഓക്കെ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് പ്രോഡക്റ്റ് അല്ലേ ഇത്,
ഉള്ളിലെല്ലാത്തിൻ്റെയും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് ജോയിൻ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഉണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാമെന്ന് പഠിച്ചു. അതേപോലെ തന്നെ n റാൻഡം വേരിയബിൾസിനും അത് ട്രൂ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ടു എക്സെട്ര എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് എഴുതിയാൽ തെറ്റില്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ എത്ര റാൻഡം വേരിയബിൾസിന്റെ പ്രൊഡക്റ്റാ, n എക്സ്പെക്ടേഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അതായത് പ്രോഡക്റ്റ് i ഫ്രം 1 to n എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ഐ എന്ന് കൊടുക്കാലോ. ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതുപോലെയുള്ള n റാൻഡം വേരിയബിൾസിന്റെ പ്രോഡക്റ്റ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എം എക്സ് ടി, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഐ ഫ്രം 1 to n എം എക്സ് ഐ ടി. ഇതല്ലേ proved ആയി. hence proof. If x1, x2, etc., xn are independent, mgf of sum of the random variable can be written as product of the individual mgf. Got it? Okay. ഇനി നമുക്ക് കുറച്ച് റിസൾട്ട് ആണുള്ളത്, കുറച്ച് ബേസിക് ആയിട്ടുള്ള റിസൾട്ട്. അതിൽ ഫസ്റ്റ് വൺ, നമ്മൾ കൊവേരിയൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൊവേരിയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് വേരിയേഷൻ ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്നത്. അപ്പോൾ കൊവേരിയൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൊവേരിയൻസ് ഓഫ്, ഓക്കെ, before that, no, covariance of xy. Before that, we have to define variance of x. How we define variance in terms of expectation? Expectation of x minus e of x whole square. That is, it is the variation between or within the set of data. Covariance means it is the variation between two sets. So, here actually we have written like this, x minus e of x into x minus e of x. അതായത് ഇവിടെ സ്ക്വയർ അല്ലേ, അതായത് x minus e of x into x minus e of x ചെയ്യുന്നതല്ലേ സ്ക്വയർ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? വിത്തിൻ ദ ഡേറ്റയാണ് ഇവിടെ വേരിയേഷൻ കാണുന്നത്. പക്ഷെ കൊവേരിയൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ ഒരെണ്ണം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് തന്നെ റീറ്റെയിൻ ചെയ്യുക. അടുത്ത എക്സ് മൈനസ് ഇ ഓഫ് എക്സിന് പകരം ഇവിടെ വരാൻ പോകുന്നത് വൈ മൈനസ് ഇ ഓഫ് വൈ ആയിരിക്കും. അതായത് കൊവേരിയൻസ് എക്സ് വൈ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ ഓഫ് ഐ. ഇതിന് പകരം ആക്ച്വലി ഇത് വന്നു. ഓക്കെ, ഇനി സെക്കൻഡ് റിസൾട്ട്, covariance xy can also be written as expectation of xy minus expectation of x into expectation of y. How this is possible? Covariance xy യുടെ definition എന്താണ്? Expectation of x minus e of x into y minus e of y. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ, എക്സ്പെക്ടേഷൻ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യൂ, എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ മൈനസ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ മൈനസ് വൈ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ലാസ്റ്റ് ടേം ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ, ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. ഇനി എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്തോളൂ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ minus expectation of y is a constant, so expectation of x into expectation of y minus expectation apply ചെയ്യുമ്പോൾ expectation of y into expectation of x, this two terms are constant, so plus expectation of x into expectation of y. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ, ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ക്ലിയർ? ഇനി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്?
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊവേരിയൻസ് എന്താവും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈയും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കോൺസ്റ്റന്റ് ആവുമ്പോൾ ഇതിന്റെ ആൻസറും കൊവേരിയൻസ് എക്സ് വൈ എന്ന് പറയുന്നത് covariance xy equal to 0 provided x and y are independent. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി. ഷ്വാർട്സിന്റെ ഇൻഇക്വാലിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി പറയുന്നത് ഇതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു expectation of xy whole square less than or equal to expectation of x square into expectation of y square. Consider a constant lambda. Proof. Consider a constant lambda, real constant. Consider the variable lambda x minus y whole square. This is a non-negative value, that is it is greater than or equal to 0. Consider its expectation. This is a non-negative. Expectation of lambda x minus y whole square is also non-negative. Expand the lambda x minus y whole square, that is lambda square x square minus 2 lambda x y plus y square greater than or equal to 0. That is, this is equal to lambda square into expectation of x square minus 2 lambda expectation of x y plus expectation of y square greater than or equal to 0. This is a quadratic inequality and this should be which is greater than or equal to 0. Therefore, its discriminant, if we get a quadratic inequality, it's greater than or equal to 0, its discriminant must be negative or less than or equal to 0. That is, discriminant നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നതാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ്. ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ ബി സ്ക്വയർ എന്താണ്? ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇൻ ലാംഡ, സോ ബി സ്ക്വയർ ഈസ് മൈനസ് 2 expectation of xy whole square, that is p square, minus 4 into expectation of x square into c expectation of y square less than or equal to 0. Why? Since b square minus 4ac 4ac less than or equal to 0. Okay, next, if we next step, this is equal to 4 expectation of x y whole square less than or equal to 4 into less than or equal to 4 into expectation of x square into expectation of y square. 4 cancelled, that is expectation of x y whole square less than or equal to expectation of x square into expectation of y square. This is Schwartz inequality. We have already learned the correlation coefficient. Now we are defined the correlation coefficient as rho xy as covariance xy by, we have already learned this, covariance xy by root of variance of x into root of variance of y. Covariance of xy equal to expectation of, നമ്മൾ already definition പഠിച്ചു, expectation of x minus e of x into y minus e of y by variance of x എന്താണ്? root of expectation of x minus
e of x whole square. Variance of y, expectation of y minus e of y whole square. Okay, put just for the sake to prove this lies between minus 1 and plus 1. Sorry, minus 1 and plus 1. Put x minus e of x equal to small x, y minus e of y equal to small y. So, rho xy equal to expectation of xy by root of expectation of x square into root of expectation of y square. Okay, squaring on both sides, that is rho square xy equal to expectation of xy whole square by expectation of x square into expectation of y square. This should be less than or equal to 1. How? From this Short's inequality, expectation of xy whole square by expectation of x square into expectation of y square less than or equal to 1. From this inequality. So, this should be less than or equal to 1. That is rho square xy less than or equal to 1. This implies if we take the square root, then we get minus 1 less than or equal to rho xy less than or equal to sorry, minus 1 less than or equal to rho xy less than or equal to 1. Okay. Hence, we have proved that this lies between, this correlation coefficient rho xy lies between minus 1 and plus 1. Suppose if rho xy equal to plus or minus 1, this means that there exists a function of the form y equal to, there is exists a relation or a function of the form y equal to ax plus b. There is a perfectly linear relationship between x and y. Rho xy equal to plus or 1 plus or minus plus 1 or minus 1 means there exists a linear relationship, perfect linear relationship between the two variables x and y. Next thing is, we have to prove variance of ax. We have to prove variance of ax plus by equal to a square variance of x plus b square variance of y plus 2ab covariance of x, y. We have to prove this condition or this result. Consider variance of ax plus b. We know that variance of x equal to expectation of x minus e of x whole square. Similarly, we can write variance of ax plus by എങ്ങനെ എഴുതാം? Expectation of x ന്റെ സ്ഥാനത്ത് എന്താണ്? ax plus by minus expectation of ax plus by. x ന് പകരം ax plus by ആണ്. Whole square. This is equal to expectation of ax plus by minus a into expectation of x minus b into expectation of y whole square. This is equal to expectation of this, consider these two terms and take a outside. So, a into x minus e of x plus b into y minus e of y whole square. A plus b whole square. Expand here. That is expectation of a square into x minus e of x square plus b square into y minus e of y square plus 2ab into ഏതൊക്കെ ടേമാ x minus e of x ഉം വരും x minus e of x ഉം വരും y minus
എക്സ് മൈനസ് ഇ ഓഫ് എക്സും വരും, വൈ മൈനസ് ഇ ഓഫ് വൈയും വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഓരോ ടേമിലേക്കും എക്സ്പെക്ടേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ടേം ബി സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ മൈനസ് ഇ ഓഫ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 2ab into expectation of x minus e of x into y minus e of y minus y minus e of y, which is equal to a square into ഈ ഡെഫിനേഷൻ എന്തിൻ്റെയാ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2ab ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ ഓഫ് വൈ. ഇത് കൊവേരിയൻസിന്റെ ഡെഫിനേഷൻ അല്ലേ? കൊവേരിയൻസ് എക്സ് വൈ. Hence the proof. Variance of ax plus by equal to a square into variance of x plus b square into variance of y plus 2ab into covariance of xy. ഇനി എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്, covariance xy equal to suppose x and y are independent, covariance xy equal to 0. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ മാത്രമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ എങ്ങനെയാവും? വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു വാട്ട് ഹാപ്പൻസ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ. ഈ ടേം ഉണ്ടാകില്ല. അപ്പോൾ when x and y are independent, this can be written as a square into variance of x plus b square into variance of y. Suppose put a equal to variance of ax plus by equal to a square into variance of x plus b square into variance of y plus 2ab into covariance xy. Put a equal to 1 and b equal to 1. What happens? Variance of a equal to 1. X plus y equal to variance of x plus variance of y plus 2 times covariance xy. Suppose this x and y are independent, variance of x plus y equal to variance of x plus variance of y. Put a equal to 1 and b equal to minus 1. Variance of x minus y equal to variance of x plus variance of y minus 2 times covariance of x, y. Okay. Suppose this x and y are independent, variance of x plus y equal to variance of x plus variance of y, and also variance of x minus y equal to variance of x plus variance of y. Why? If x and y are independent, these two covariance term become 0. So variance of x plus y equal to variance of x plus variance of y, and also variance of x minus y equal to variance of x plus variance of y. സെയിം റിസൾട്ട് ആണ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈയും സെയിം ആണ്, വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈയും സെയിം ആണ്. സൈൻ അവിടെ പ്രശ്നമല്ല. ഓക്കെ, വൺ മോർ കൺസെപ്റ്റ് ഇതിൽ പറയാനുള്ളത്, നമ്മൾ MGF പഠിച്ചു. MGF ഓഫ് വൺ റാൻഡം വേരിയബിൾ പഠിച്ചു. MXT എന്ന് പറയുന്നത് എന്താ പഠിച്ചത്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്. അതിൽ ടി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ 2 റാൻഡം വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് റാൻഡം വേരിയബിൾ ആണ്. അവിടെ നമ്മൾ ഒരു സിംഗിൾ റിയൽ നമ്പർ ടി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, T1 വേണം, T2 വേണം. ദീസ് 2 ആർ റിയൽ നമ്പേഴ്സ്. MGF ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
അതായത് എക്സ് വൈ എന്നുള്ള ജോയിൻ പെയറിന്റെയാണ് നമ്മൾ എം ജി എഫ് ഡിഫൈൻ ചെയ്യുന്നത്. എം എക്സ് ടിക്ക് വരെ നമ്മൾ ബൈവേരിയറ്റിന്റെ കേസിലെ എം ജി എഫ് എന്ന് പറയുന്നത് എം എക്സ് വൈ ടി വൺ ടി ടു എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സിന് പകരം ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ഇവിടെ കൊടുക്കുക. അതായത് ടി വൺ എക്സ് പ്ലസ് ടി ടു വൈ, ടി വൺ എക്സ് പ്ലസ് ടി ടു വൈ. ഇത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും? ഡബിൾ സമ്മേഷൻ 1 ഓവർ എക്സ് അനദർ ഓവർ വൈ ഇ റൈസ് ടു ടി വൺ എക്സ് പ്ലസ് ടി ടു വൈ എഫ് ഓഫ് എക്സ് വൈ. കണ്ടിന്യൂസ് ആണെങ്കിലോ ഡബിൾ ഇൻറ്റഗ്രൽ എക്സ് വൈ ഇ റൈസ് ടു ടി വൺ എക്സ് പ്ലസ് ടി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. വേറെ യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, രണ്ട് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ പെയറിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എം എക്സ് വൈ ടി വൺ ടി ടു എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. ടി എക്സിന്റെയും വൈയുടെയും എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി വൺ എക്സ് പ്ലസ് ടി ടു വൈ. This is the definition of MGF, and this can be written as these two methods if x and y are discrete, and this method if x and y are continuous. Okay, I think it's clear about you, and we will discuss the conditional expectation and conditional variance and problems in the next class. Okay, thank you.